ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇതിൽ ലീഡ് ആക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അനശ്വര ഉണ്ട്, അതുപോലെ തന്നെ സിജു ഉണ്ട്, ജോമോൻ ഉണ്ട്, അതുപോലെ തന്നെ അസീസ് നെടുമങ്ങാട് ഉണ്ട്, അതുപോലെ നോബി ഉണ്ട്. ഇവരൊക്കെ വാഴ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അത്യാവശ്യം നല്ല നല്ല റോളുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അനശ്വര മാത്രം സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ഒരു ആക്ട്രസ്സായി വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കഴിവൊക്കെ തെളിയിച്ചിട്ടുള്ളവരാണ് എല്ലാവരും. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് വിപിൻ എന്നാണ് പേര് എന്നാണ് എൻ്റെ ഓർമ്മ. വിപിൻ ദാസ് ആണ് നമ്മുടെ ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ളത്. മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് അങ്കിത് മേനോനാണ്. കിഡിലൻ വർക്കായിരുന്നു കേട്ടോ. പാട്ട് വെടിച്ചില്ല ഐറ്റംസ് ആയിരുന്നു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഇട്ടിരിക്കുന്നതും അടിപൊളിയായിരുന്നു. പടത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു മരണവീട്ടിൽ നടക്കുന്ന അതിനോടനുബന്ധിച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നർമ്മത്തിൽ കൂടെ പറയാനാണ് ഇവർ സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം, കൊട്ടാരക്കര അങ്ങനത്തെ ആ ഒരു ഏരിയ ഉള്ളവർക്ക് കുറച്ചും കൂടിയും റിലേറ്റബിൾ ആവുന്ന രീതിക്കാണ് ഇതിലത്തെ ലാംഗ്വേജും കാര്യങ്ങളും അവിടുത്തെ ലോക്കൽ പരിപാടികളൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് പിടിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത് ബേസിക്കലി ഇതൊരു കോമഡി ഡ്രാമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ചിരിക്കാനുള്ള സെറ്റപ്പുകൾ സിജുവിന്റെയും ജോമോന്റെയും കോമ്പിനേഷൻ സീക്വൻസുകൾ വരുന്ന സമയത്ത് നല്ല രീതിക്ക് എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ പെയിന്റ് പണിക്കാരായിട്ട് ഒരു 2 ടീംസ് വരുന്നുണ്ട്. അവരെ കോമഡി സ്റ്റാർസിൽ എവിടെയൊക്കെ കണ്ടു പരിചയമുള്ള മുഖമൊക്കെയാണ് അതിലൊരാളുടെയൊക്കെ. അവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. അതിലും വാട്ടർ പ്രഷർ വെച്ചിട്ട് കഴുകാൻ വരുന്നൊരു ചേട്ടനുണ്ട്. അങ്ങേരുടെ ചില എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് മൂപ്പര് ഒരു വാഴയിൽ ചാരി നിന്നിട്ട് വീഴുന്നൊരു സീനുണ്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ. ആ ഒരു സിറ്റുവേഷനിൽ മൂപ്പരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു, ഒന്നും പറയണ്ട. പിന്നെ ജോമോനെയും സിജുവിനെയും കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ വന്നിട്ടുള്ള കോമ്പിനേഷൻ സീക്വൻസുകൾ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ജോമോന്റെ. ഇതില് അനശ്വരയുടെ കഥാപാത്രം അതുപോലെ തന്നെ അസീസ് നെടുമങ്ങാടിന്റെ കഥാപാത്രം ഒക്കെ അത്യാവശ്യം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ അമ്മ അതിനകത്തൊരു മെയിൻ വൈബ് അമ്മച്ചി കഥാപാത്രം. മൂപ്പത്തിയാരെ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്, ഒരു വൈബ് അമ്മച്ചി പരിപാടിയാണ് പിടിക്കാറുള്ളത്. സോ ആ ഒരു സംഭവം തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തും പിടിച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു മോഡേൺ അമ്മച്ചി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു ടൈപ്പ് കഥാപാത്രം നന്നായിട്ടുണ്ട്. ബൈജു ചേട്ടന്റെ കഥാപാത്രം ഇതിനകത്തൊരു കരയോഗം പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് പരിപാടി. ഈ മരണാനന്തര ചടങ്ങിനകത്തേക്ക്, അതായത് ഈ കാസ്റ്റ് സംബന്ധമായിട്ട് ഈ കരയോഗം എന്നൊക്കെ പറയുന്ന കുറേ പരിപാടികളുണ്ട്. അവരൊക്കെ എങ്ങനെ ഇടപെടുന്നു, ഓരോരുത്തരെയും എവിടെയൊക്കെ നിർത്തേണ്ട രീതിക്ക് നിർത്തണം എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രകാശനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ചികിട്ടത്തടി കിട്ടുന്ന ഒരു ചേട്ടനുണ്ട്. ആളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് നമുക്കിങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു വലിയ കണ്ടന്റ് ഒന്നും അല്ല സിനിമ നമുക്ക് മുമ്പിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഒരു മരണാനന്തര ചടങ്ങിനോടനുബന്ധിച്ച് ഉണ്ടാവുന്ന ഒരു വീട്ടിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളെ അതിന് ഇപ്പുറത്തെ സൈഡിൽ ഒരു കുറച്ച് നർമ്മത്തിലും കൂടിയും കാണിച്ച് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. അത് അത്യാവശ്യം വെടിപ്പോട് കൂടിയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ റീസെന്റ് ഇറങ്ങിയ സിനിമകളിൽ അത്യാവശ്യം നല്ല രീതിക്ക് പടക്കളും ഈ ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് വർക്കായിട്ടുള്ളൊരു മലയാളം സിനിമ എന്ന് പറയുന്നത്. എക്സെപ്റ്റ് തുടരും എമ്പുരാൻ, അത് വേറൊരു ലീഗാണ്. ഇപ്പോൾ ചെറിയ ചെറിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് എന്താണോ ആവശ്യം ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിക്കാം. OTT-ൽ വന്നു കഴിഞ്ഞാൽ ഇത് എത്ര പേർക്ക് ഇഷ്ടാവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം അതിനും മാത്രം ഒരു ഗംഭീര കണ്ടന്റ് ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓടിച്ചുവിട്ടിട്ടാണ് OTT-ൽ വന്നതിനെ കാണുക. സോ അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടിയും ഒരു വിരസമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാക്കുക. തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മൾ കുറെ ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് വൈബടിച്ച് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു സിനിമ എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പ്രതീക്ഷിച്ചൊന്നും ഈ ഒരു സിനിമയ്ക്ക് പോകണ്ട. കുറച്ച് കോമഡിയും കാര്യങ്ങളും, ജോമോന്റെ കൗണ്ടറും അതുപോലെ തന്നെ സിജുവിന്റെ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പെയിന്റ് അടിക്കാരൻ ചേട്ടൻ ഉണ്ട്. അതിൽ വാട്ടർ പ്രഷർ കൊണ്ട് കഴുകുന്ന ഒരു ചേട്ടനും കൂടി ഉണ്ട്. അങ്ങേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു കൊച്ച് ഡീസെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി വ്യസന സമേതം ബന്ധുമിത്രാദികൾ തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.